രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് മാത്രമല്ല പ്രമേഹമല്ല അഥവാ ഡയബറ്റിസ് മെലിറ്റസ് എന്ന രോഗം. കഴിക്കുന്ന ഭക്ഷണ ദഹനപഥത്തിൽ ദഹിച്ച് അത് ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷൻ നടന്ന് ലിവറിൽ സ്റ്റോർ ചെയ്ത് പാൻക്രിയാസ് എന്ന അവയവത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ സഹായത്തോടെ മാംസപേശികൾ അതിനെ ഊർജ്ജമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് അഭികാമ്യമായ പ്രക്രിയ. ദഹനപചന വ്യവസ്ഥയിലെ തകരാറോ ലിവറിന്റെ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ തകരാറോ അല്ലെങ്കിൽ ദുർമേധസ് കാരണം മാംസപേശികൾക്ക് ഗ്ലൂക്കോസിനെ ഉപയോഗപ്പെടുത്താൻ കഴിയാതിരിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാക്കുന്നതും അത് തന്നെയാണ് പ്രമേഹത്തിന്റെ അല്ലെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസിന്റെ കാരണമാകുന്നതും. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ കുറയ്ക്കാനായിട്ട് ഡ്രഗ്സ് കഴിച്ചിട്ട് എന്റെ പ്രമേഹം കൺട്രോളിലാണ് എന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല. അങ്ങനെയുള്ള രോഗികൾ പിൽക്കാലത്ത് അധികം താമസിയാതെ തന്നെ രോഗം മൂർച്ഛിക്കുകയും പ്രമേഹത്തിന്റെ ഉപദ്രവങ്ങൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുകയും ചെയ്യും. SBEBA അഥവാ ശാസ്ത്രാധിഷ്ഠിത ആയുർവേദ ചികിത്സ ദഹന പചന വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് മാംസപേശികളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ദുർമേധസിനെ ഇല്ലാതാക്കി ലിവറിന്റെയും കരളിന്റെയും പ്രവർത്തനത്തെ കുറ്റമറ്റതാക്കി ആരോഗ്യത്തിനായിട്ട് സഹായിക്കുന്നു. ഗ്ലൂക്കോസിന്റെ അളവിനെ കുറിച്ചോ രോഗം മൂർച്ഛിക്കുന്നതിനെ കുറിച്ചോ പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചോ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. തൃശൂർ SBEBA ക്ലിനിക്കിൽ പ്രമേഹത്തിനും പ്രമേഹ അനുബന്ധ രോഗങ്ങൾക്കും ആയുർവേദ ശാസ്ത്രീയ ചികിത്സ ലഭ്യമാണ്.